കാക്കനാട് ഗവൺമെൻറ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ 10-13 കുടുംബങ്ങളിലായി 37ഓളം ആളുകളുണ്ട്. പക്ഷേ ഇവിടെ അഭയം തേടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ അഭയം ലഭിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുന്ന മറ്റൊരാളാണ് ഇവിടെ താരമായിരിക്കുന്നത്. അവർക്ക് അഭയം നൽകിയവരും താരങ്ങളാണ്. ഇതാരാണ്? എന്താ പേര്? പേര് ഇപ്പം പാച്ചു എന്നാണ് വിളിക്കുന്നത്. പാച്ചു. എങ്ങനെയാണ് പാച്ചു ഇവിടെ എത്തപ്പെടുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ? കഴിഞ്ഞ സൺഡേ ആ സ്റ്റെപ്പേൽ വീണ് കിടന്നതാ. അപ്പം അതിനെടുത്തപ്പോൾ അതിന് കണ്ണ് തുറന്നിട്ടുണ്ടായില്ല. കൂടോടെ പോയി വീണോ? കൂടോടെ വീണായിരുന്നു. അപ്പോൾ വേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ പൂച്ച പ്രസവിച്ച് കിടപ്പുണ്ടായി. അപ്പോൾ ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ അത് എടുത്തിട്ടുണ്ടാവും എന്നാണ് അപ്പം ഇതൊരിത്. പാച്ചുവിനെ ക്യാമ്പിൽ എത്തിച്ചു. അപ്പം ഇന്നലെ ആയിരുന്നു കണ്ണ് തുറന്നത്. ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കാണ്. ഇന്നലെ ഒരു ചോറ് കൊടുത്തു, അത് കഴിച്ചു. പിന്നെ പാൽ കുടിക്കുന്നുണ്ട് നന്നായിട്ട്. ഇച്ചിരി കൂടി വെയിറ്റ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പം അമ്മയുടെ പാൽ കുടിക്കാഞ്ഞിട്ടായിരുന്നു തോന്നണ്, അത് വെയിറ്റ് കുറഞ്ഞു, ക്ഷീണിച്ചു പോയി. പാച്ചു പേരിട്ടപ്പോഴാണ് അത് ഞങ്ങൾ പിള്ളേരൊക്കെ അങ്ങനെ തന്നെ വിളിക്കണത്. പാച്ചു നിങ്ങളുടെ ഫ്രണ്ടാണോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. ഈ പേരാരാ ഇട്ടത് പാച്ചുന്ന്? ഞങ്ങൾ തന്നെ വിളിച്ചതാ പാച്ചുന്ന്. നിങ്ങളുമായിട്ട് ഇണങ്ങിയോ? പാച്ചു ഇണങ്ങി തുടങ്ങിയോ? അത് ഇന്നലെ കണ്ണോർന്നുള്ളൂ. അപ്പോൾ കണ്ണോർക്കണവരെ ഞങ്ങൾ ആരും എടുത്തില്ല. അത് കഴിഞ്ഞ പിന്നെ എന്താ ഈ ക്യാമ്പിലോട്ട് കൊണ്ടുവരാൻ കാരണം? നിങ്ങളും കിടപ്പാടം വിട്ട് വന്നത് അങ്ങോട്ടല്ലേ? വണ്ണാൻ വീട് പോയപ്പോൾ സങ്കടം തോന്നി നിങ്ങൾക്കും? അപ്പോൾ അതിന് അവിടെ സ്റ്റെപ്പിൽ കിടന്ന് കിട്ടിയതാ. അപ്പോൾ ഞങ്ങൾ അതിനടുത്ത് വളർത്തി. വേറെ ഉണ്ടായിരുന്നു, 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ, ബാക്കി പൂച്ച കൊണ്ടുപോയി. നിങ്ങളെ ഫ്രണ്ടാണോ അപ്പോൾ പാച്ചുവിന് തൊട്ട്? അപ്പോൾ എന്തായാലും ഇവർ നൽകുന്നത് ഒരു വലിയ സന്ദേശം കൂടിയാണ്. അതായത് ഓർക്കാപ്പുറത്ത് വരുന്ന ഈ ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭവും ഒക്കെ നമ്മളെ വലയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹജീവികളെയും ദുരിതത്തിലാക്കും. അവർക്കും കൂടി ആശ്രയമാവുന്നത് ഒരു മഹത്തായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. കാക്കനാട് നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.